അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഈശോ ദൈവകരുണയുടെ ആഴങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നത്. 301 ഖണ്ഡികയിൽ ഈശോ വിശുദ്ധരോട് പറയുന്നുണ്ട്, കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷണമെന്ന് പ്രഘോഷിക്കുക. കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷണമെന്ന് പ്രഘോഷിക്കുക. എൻ്റെ കരവേലകളെല്ലാം കരുണയാൽ മഹിമ അണിഞ്ഞിരിക്കുന്നു. എൻ്റെ കരവേലകളെല്ലാം കരുണയാൽ മഹിമ അണിഞ്ഞിരിക്കുന്നു. ഈശോ പഠിപ്പിക്കുകയാണ്. 1540 ഖണ്ഡിക കരുണയെ മഹത്വപ്പെടുത്തുകയും അതിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും എപ്രകാരം സംരക്ഷിക്കുന്നുവെന്ന്. കരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുകയും അത് പ്രഘോഷിക്കുകയും കരുണയിൽ ശരണപ്പെടാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് മരണസമയത്ത് ഭീതി അനുഭവപ്പെടുകയില്ല. അവരുടെ അന്തിമ പോരാട്ടത്തിൽ എൻ്റെ കരുണ അവരെ സംരക്ഷിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണ ദൈവകരുണയുടെ പ്രഘോഷകരായ വ്യക്തികളെ അവരുടെ അന്തിമ പോരാട്ടത്തിൽ, അവരുടെ മരണസമയത്ത്, അവരെ കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധികളിൽ അവരെ പൊതിഞ്ഞു പിടിക്കുമെന്ന് ഈശോ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. 1521 ഖണ്ഡികയിൽ ഈശോ പറയുകയാണ്, എൻ്റെ മകളെ, എൻ്റെ കരുണയെ ഉദ്ഘോഷിക്കാൻ മടുപ്പ് തോന്നരുത്. പാപികളോടുള്ള അനുകമ്പയാൽ എരിയുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങനെ നിനക്ക് തണുപ്പിക്കാൻ സാധിക്കും. എൻ്റെ വൈദികരോട് പറയുക, അത്യഗാധമായി എൻ്റെ കരുണയെപ്പറ്റി പറയുകയും എൻ്റെ ഹൃദയത്തിൽ പാപികളോടുള്ള ആർദ്രതയെപ്പറ്റി അവർ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വാക്കുകൾ കഠിന പാപികൾ പോലും മാനസാന്തരപ്പെടുന്ന കരുണയായി ദൈവം ഒഴുക്കും. കരുണയെ വാഴ്ത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വൈദികർക്ക് അത്ഭുതകരമായ ശക്തി ഞാൻ നൽകും. അവരുടെ വാക്കുകളെ ഞാൻ അഭിഷേകം ചെയ്യും. അവരുടെ സംസാരം ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഞാൻ സ്വർഗീയ ശക്തി കൊണ്ട് നിറയ്ക്കും. ഈശോ ദൈവകരുണയുടെ പ്രഘോഷകനായ വൈദികർക്ക് കർത്താവിന്റെ വാഗ്ദാനമാണിത്. പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമായി എൻ്റെ കരുണയുടെ ജപമാല നീ ഉപദേശിച്ചു കൊടുക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കരുണയെ ദൈവം ഇത്രമാത്രം പ്രാധാന്യത്തോടെ നമുക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്നത്? കാരണം വിശ്വാസത്തോടെ മാനവകുലം കർത്താവിന്റെ കരുണയിൽ അണയാതെ അവർക്ക് സമാധാനത്താൻ കണ്ടെത്താൻ പറ്റില്ല എന്ന് ഈശോ പറയുന്നു. കാരണം അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവരിയിലൂടെ നേടിത്തുന്ന ഈ രക്ഷയിൽ ഇന്നും ആ ഒരു ബോധ്യം, ആ തിരിച്ചറിവ് ലഭിക്കാത്ത എത്രയോ ആത്മാക്കൾ കഠിനപാപത്തിൽ കഴിയുന്നു. ഈ കഠിനപാപത്തിൽ കഴിയുന്ന ആത്മാക്കള് എത്രയോ ജീവിതങ്ങളാണ്. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്, നരകം വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഈയാമ്പാറ്റകളെ പോലെ ആയിരക്കണക്കിന് ജീവിതങ്ങൾ കഠിന പാപത്തിൽ, ഇത് പാപമാണോ നന്മ തെറ്റാണോ ശരിയാണോ പോലും തിരിച്ചറിയാതെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് നരകത്തിൽ നിബന്ധിക്കുന്നു. അപ്പോൾ ഈ ജീവിതങ്ങൾ കർത്താവിന്റെ കരുണയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഈ കരുണയിലൊന്ന് ശരണപ്പെട്ട് തന്റെ പാപത്തിന്റെ ഈ അവസ്ഥകളെ ഏറ്റുപറഞ്ഞ് അനുതപിക്കുമ്പോൾ ആത്മാക്കളുടെ മേൽ ദൈവത്തിന്റെ കരുണയുടെ ഒരു വലിയ ശക്തി ഒഴുകിയിറങ്ങുന്നു. കാരണം ഈ ആത്മാവിനെ നേടിയെടുക്കുവാൻ കാൽവരിയിൽ തന്റെ അവസാനത്തുള്ള രക്തവും ഒഴുക്കിയ ആ സ്നേഹം ഈ ആത്മാവിനെ നേടുവാനായിട്ട് തന്റെ കരുണയുടെ അത്യഗാധമായിട്ടുള്ള ആ കലവറയുടെ ആ കൃപയുടെ സ്രോതസ് അവൻ തുറന്നു വെച്ചിരിക്കുകയാണ്. ഈശോയുടെ കരുണയിൽ ശരണപ്പെട്ട് ജീവിതത്തിലെ പാപവഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിച്ച്, കർത്താവേ ഞാൻ അങ്ങ് ശരണപ്പെടുന്നു, ഒരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കുന്നു, വലിയ തീരുമാനമെടുത്ത് നമുക്ക് ഇനിയുള്ള സമയം കർത്താവിന്റെ
ആ കരുണയിലും സ്നേഹത്തിലും കൃപയിലും ജീവിച്ച് ഒരു വിശുദ്ധനും വിശുദ്ധിയുമാകാൻ തീരുമാനമെടുക്കാം. ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഈശോ ഒത്തിരി അനുഗ്രഹിക്കുന്ന ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോയേ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.